ഈ ചൂടിന് കുടിക്കാവുന്ന നല്ലൊരു റിഫ്രഷിംഗ് ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. എളുപ്പത്തിൽ തന്നെ കുറഞ്ഞ ചേരുവ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാവുന്ന ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലൊക്കെ ഇത് നല്ലൊരു അടിപൊളി റിഫ്രഷിംഗ് ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് റെഡിയാക്കി എടുക്കുക എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാനിവിടെ കുറച്ച് കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, വളരെ കുറച്ച് മതി. വളരെ കുറച്ച് മുന്തിരി വെച്ചിട്ട് തന്നെ നമുക്ക് ഒരുപാട് പേർക്കുള്ള ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് പുളിക്ക് ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ എത്രത്തോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നോ അതിനനുസരിച്ചിട്ടുള്ള പുളിക്ക് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പച്ചമുളക് ഒരുപാട് എരിയുന്ന ആ ഒരു വിധത്തിൽ ചേർത്ത് കൊടുക്കേണ്ട, ചെറിയൊരു കഷ്ണം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നല്ലൊരു ഒരു പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളത്തിൽ അരിച്ചെടുത്താൽ മതി കേട്ടോ. എന്നാലേ ഉള്ളൂ, കുറച്ച് മുന്തിരി ഉണ്ടായതുകൊണ്ട് എന്നാലേ ഉള്ളൂ നന്നായിട്ടൊന്ന് അരിഞ്ഞ് കിട്ടുക. ഇതുപോലെ അങ്ങ് അരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഈ ഒരു വേസ്റ്റ് അങ്ങോട്ട് ഒഴിവാക്കാം കേട്ടോ. ഇത് ആവശ്യമില്ല. ഇനി നമ്മൾ ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ മധുരത്തിനായിട്ട് ഞാനിവിടെ നന്നാരി സർബത്താണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നമുക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ പുളിയൊക്കെ നോക്കിയിട്ട് നമുക്ക് എത്രത്തോളം ഇതിലേക്ക് വെള്ളം ചേർത്ത് ലൂസാക്കണോ അത്രത്തോളം വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കാം കേട്ടോ. എന്നാലും ഇതുപോലെ നല്ല കളർ ഉണ്ടാവും ആ ഒരു മുന്തിരിയുടെ. പിന്നെ സബ്ജ സീഡ് കുതിർത്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നാരിയുടെ സർബത്തില്ലെങ്കിൽ മധുരത്തിനായിട്ട് പഞ്ചസാര ഒന്ന് നമ്മൾ മുന്തിരി അടിച്ചെടുക്കുന്ന സമയത്ത് തന്നെ പഞ്ചസാര ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുത്താൽ മതി. പിന്നെ അതാ ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തണുപ്പിന് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബും കൂടെ ചേർത്ത് കൊടുത്താൽ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള റിഫ്രഷിംഗ് ഡ്രിങ്ക് റെഡിയായി. അപ്പോൾ വളരെ കുറച്ച് മുന്തിരി വെച്ചിട്ട് നമുക്കിതാ ഇതുപോലെ ഒരുപാട് പേർക്കുള്ള വെള്ളം റെഡിയാക്കി എടുക്കാം കേട്ടോ. നല്ല കളറും ഉണ്ടാവും, നല്ല നാച്ചുറൽ കളറിലുള്ള വെള്ളം റെഡിയാക്കി എടുക്കാം. ശരിക്കും ഇത് ഒരുപാട് ആൾക്കാരൊക്കെ വരുന്ന പാർട്ടികളിലൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.